ഹലോ, അസ്സാം വലൈക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ. കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ മക്കളെ ഒന്ന് മസാല ദോശ കഴിക്കാനൊരു പൂതി. അപ്പോൾ ഇന്നലെ പച്ചരി ഉഴുന്നും കുറച്ച് ഉലുവയും ചോറൊക്കെ കൂടെ ചേർത്ത് അരച്ച് വെച്ചതാണ്. രാവിലെ വെള്ളത്തിട്ട് കഴിഞ്ഞ് വൈകുന്നേരമാണ് അരച്ച് വെച്ചത്. അപ്പോൾ എടുത്തുകൊണ്ടൊന്ന് മസാല ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശ ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിക്ക് മസാല ഉണ്ടാക്കാം. അപ്പോൾ കിഴങ്ങ് ഒരു 3-4 ഞാൻ കുക്കറിലൊന്ന് അരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കിഴങ്ങിൻ്റെ ഇഷ്ടം അടിപൊളിയാണല്ലേ. അപ്പോൾ അതുണ്ടെങ്കിൽ മസാല ദോശയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലേക്കൊരു ചട്നി ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊന്നും കാണിച്ചിട്ടില്ല. തേങ്ങയും പച്ചമുളകും മാത്രം അരച്ചിക്കാണ്ട് കടുക് പൊട്ടിച്ചിട്ട് അതിൽ ഒഴിച്ചു കൊടുത്താണ് ഈ തേങ്ങ മസാല ഉണ്ടാക്കുക. എന്നിട്ട് വെളിച്ചെണ്ണയ്ക്ക് കടുക് പൊട്ടിച്ച് കുറച്ച് ഉഴുന്ന പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് അതൊക്കെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് കൂടി പോകരുത്. ആദ്യം ഞാൻ കിഴങ്ങ് വേവിച്ച് കൈക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4 കിഴങ്ങ് വേവിച്ചാണ് ഇട്ടിട്ടുള്ളത്. അത് കൂടിയൊക്കെ കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി മാത്രം ചേർക്കുള്ളൂ. അപ്പോൾ പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂണും കൂടി കല്ലും കൂടി ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കിഴങ്ങിൻ്റെ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതാ ദോശ ചൂടാനുള്ള ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാവൊക്കെ കണ്ടില്ല, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനേക്ക് നല്ല അരച്ചെടുക്കുന്ന സമയത്ത് ഉഴുന്നും ചോറും അതുപോലെ കുറച്ച് ഉലുവയും കൂടി ചേർത്തിട്ടാട്ടോ അരച്ചിട്ടുള്ളത് പച്ചരിക്ക്. നല്ല മാവൊക്കെ എല്ലാം ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ഇഡ്ഡലി വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാം. അപ്പം നമുക്കിവിടെ മസാല ദോശ ഉണ്ടാക്കിക്കാം. ചൂട് കൊടുക്കാൻ ഉണ്ടാക്കിക്കാണ്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് 2 ഭാഗവും നന്നായിട്ടൊന്നും ഇങ്ങനെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി പോലെ തന്നെ എടുക്കുക. അപ്പോൾ ചോറ് കൊടുക്കുന്ന തന്നെ ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ മസാല ദോശയ്ക്ക് ഇപ്പോൾ ഭയങ്കര പൂതി കേട്ടോ. പൂതി ഉണ്ടെങ്കിൽ വിചാരിക്കും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൂടെയാണ്. നമ്മളെപ്പോഴെങ്കിലും പുറത്ത് പോകുന്നുണ്ടെങ്കിലൊക്കെ ഒരു പൂതിക്ക് കഴിക്കലുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പൂതി ആകുമ്പോൾ എങ്ങനെ ആയാലും കിട്ടില്ലല്ലോ. അത് നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കല്ലേ നല്ലത്. അപ്പോൾ അത് ചൂട് കൊടുക്കണം ഇങ്ങനെ കഴിക്കട്ടെ. ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് സാമ്പാറാണെങ്കിലും അതുപോലെ നമ്മളെ ഉള്ളിച്ചമ്മന്തി ആണെങ്കിലൊക്കെ രസം തന്നെയാണ് കേട്ടോ ചട്നി.
ഇന്ന് ചിക്കൻ വെക്കുന്നത് വാട്ടിയിട്ടൊന്നുമല്ല, സവാളയും തക്കാളി എല്ലാതും കൂടി അടുപ്പത്ത് വെക്കുകയാണ്. അപ്പോൾ കിഴങ്ങിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, അത് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. കുറച്ചധികം മല്ലിപ്പൊടിയും അതുപോലെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും ഗരം മസാലയും ഒന്ന് തിളച്ച് 3/4 ഭാഗം വന്നതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ തിരുമ്മിങ്ങെടുക്കുക കേട്ടോ. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഈ കയ്യിൽ വെച്ചിട്ടൊക്കെ കുഴച്ചെടുത്താലൊന്നും ശരിയായി കിട്ടില്ല. അപ്പോൾ ഇതിലേക്കുള്ള വെള്ളം കൂടി ഒഴിച്ചുകൊണ്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കണം. അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ കത്തി തിളച്ച് വെന്തിട്ട് ഇനി വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് കുറുകിയിട്ടുള്ള കറിയാക്കി എടുക്കും. അപ്പം നല്ല വേവുള്ള ചിക്കൻ ആകുമ്പോഴാണ് ഇങ്ങനെ അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സാറാവുക. മറ്റേ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വേവും. ഇതാകുമ്പോൾ നല്ല കത്തി തിളച്ചിട്ടുണ്ട് വെന്തിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ഗരം മസാല ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ചോരുമണമൊക്കെ ഇങ്ങനെ പോകും കേട്ടോ കത്തി തിളക്കുന്ന സമയത്ത്. അപ്പോൾ ഒരു 3/4 ഭാഗമൊക്കെ ഇതായതിന് ശേഷമാണ് അതിട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഞാനതൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ തീയൊക്കെ കത്തിച്ച് ഉഷാറാക്കിയാണ്ട് നമ്മൾ തിരുമ്പലും തുറക്കലിനൊക്കെ പോയി ഫോണൊക്കെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എന്തെങ്കിലും ചോറ് നാൻ വന്നതിന് ശേഷമാണ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോഴത്തേന് തീയൊക്കെ കത്തി കഴിഞ്ഞ് ചിക്കനൊക്കെ വെന്ത് ഒക്കെ കെട്ടാറോളം പിന്നെ അങ്ങനെ അത് കത്തിയിട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഉഷാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ 2 പ്രാവശ്യമൊക്കെ വന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, അടി പിടിക്കട്ടാന്ന് വിചാരിച്ചിട്ട്. ചോറ് നേരത്തെ വെന്തീന്, അപ്പോഴാണ് ഇപ്പോൾ ലാസ്റ്റാണ് ചിക്കൻ കിട്ടിയത്. അപ്പോൾ ഇത് തീയൊക്കെ കെട്ടാറിയിട്ടാണ് ഞാൻ ചോറ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനി അധികം തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഇനി ചോറൊക്കെ നോക്കിയെടുക്കണം. ഇനി മുരിങ്ങൻ്റെ ഉപ്പേരി ഉണ്ടാക്കട്ടെ. ഇന്ന് മുരിങ്ങൻ്റെ ഇലയ്ക്ക് തേങ്ങ ഒന്നും ഇടുന്നില്ല, വെളിച്ചെണ്ണയ്ക്ക് സവാള ഒന്ന് വാട്ടിക്കാണ്ട് മുരിങ്ങൻ്റെ ഇല ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ തേങ്ങയും പച്ചമുളകും കൂടി ഒതുക്കിയിടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അതൊക്കെ തേങ്ങ പൊളിച്ച് ചെറുകിട്ട് ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണം. അപ്പോൾ മുരിങ്ങൻ്റെ ഇല താളിപ്പ് ഉണ്ടാക്കിയാലും നല്ല രസമാണ്. പച്ചമുളകും തേങ്ങയും കൂടി ഒതുക്കിയിട്ടാണ് ഏറെ ഇടൽ. ചമ്മന്തി ഒക്കെ ഇട്ടാൽ നല്ല രസമാണ്. അപ്പോൾ മുരിങ്ങയിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി ചോറൊക്കെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ കറി കണ്ടില്ല, നല്ല സെറ്റ് ആയിരിക്കണം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല,
അപ്പോൾ പിന്നെ നേരം വൈകിട്ടാണ് ചിക്കൻ കൊടുന്നതും. അപ്പോൾ പിന്നെ എന്തായാലും വേണ്ടില്ല വെച്ചിട്ട് അതൊക്കെ കൊണ്ട് അടുപ്പത്ത് വെച്ച് പിന്നെ മുരിങ്ങൻ്റെ ഇലയും കൊണ്ട് ഉണ്ടാക്കി ഇനി ചോറൊക്കെ കഴിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. കോമ്പിനേഷൻ